ഹായ് ഓൾ, നമ്മൾ ഇന്ന് ലെക്ചർ ഇൻ പോളിടെക്നിക് ഇലക്ട്രോണിക്സ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ 2021 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് കവർ ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. If a single diode in a bridge rectifier opens, the DC value of output for an input of Vm sin omega t is. അപ്പോൾ ഇവിടെ നമുക്കൊരു റെക്ടിഫയർ ആണ് തന്നിരിക്കുന്നത്. നമ്മൾ ബ്രിഡ്ജ് റെക്ടിഫയർ, ഹാഫ് വേവ് റെക്ടിഫയർ, ഫുൾ വേവ് റെക്ടിഫയർ ആ ഒരു പോർഷൻ പഠിക്കുന്നുണ്ട്. അതിൽ ബ്രിഡ്ജ് റെക്ടിഫയർ നമുക്കറിയാം 4 ഡയോഡ്സ് ഉണ്ട്. 4 ഡയോഡ്സിൽ ഒരു ഡയോഡ് നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ആക്കുവാണെങ്കിൽ അതിൻ്റെ DC വാല്യൂ, ഔട്ട്പുട്ടിൻ്റെ DC വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സർക്യൂട്ട് നിങ്ങൾക്കറിയാം. അപ്പോൾ അതിൽ ഞാൻ അതിൻ്റെ ഫുള്ള് വരയ്ക്കുന്നില്ല. ഇതിൽ നമുക്ക് ഇങ്ങനെ ഒരു ബ്രിഡ്ജ് സ്ട്രക്ചറിൽ നമുക്ക് ഡയോഡ്സ് ഇവിടെ കണക്റ്റഡ് ആയിട്ട് ബ്രിഡ്ജ് റെക്ടിഫയറിനകത്ത് കാണാം. ഇവിടാണ് നമ്മുടെ ലോഡ് റെസിസ്റ്റൻസ്, ഇതിന് അക്രോസ് ആണ് നമ്മൾ ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ 2 ഡയോഡ്സ് ഓൺ ആയിട്ട് നിൽക്കും, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ 2 ഡയോഡ്സ് ഓൺ ആവും. അപ്പോൾ അങ്ങനെയാണ് ഒരു ഫുൾ വേവ് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു ഡയോഡിനെ ഓപ്പൺ സർക്യൂട്ട് ആക്കുവാണെങ്കിൽ നമുക്ക് ഒരിക്കലും ആ ഒരു ഫുൾ വേവ് ഔട്ട്പുട്ട് കിട്ടത്തില്ല. കാരണം അറ്റ് എ ടൈം 2 ഡയോഡ്സ് ഓൺ ആയാൽ മാത്രമേ ആ ഒരു കറണ്ട് ആ ഒരു ലോഡ് റെസിസ്റ്റൻസിലൂടെ ഫ്ലോ ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ഡയോഡിനെ ഓപ്പൺ സർക്യൂട്ട് ആക്കുവാണെങ്കിൽ, അത് ഏത് ഡയോഡ് ആണെങ്കിലും ഒരെണ്ണത്തിനെ ഓപ്പൺ സർക്യൂട്ട് ആക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു ഹാഫ് സൈക്കിൾ മാത്രമേ അത് ഓപ്പറേറ്റ് ചെയ്യത്തുള്ളൂ. അങ്ങനെ ഒരു ഹാഫ് സൈക്കിളിൽ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഹാഫ് സൈക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ ഹാഫ് വേവ് റെക്ടിഫയറിന് ഇക്വലൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരു സിംഗിൾ ഡയോഡ് ഓപ്പൺ സർക്യൂട്ട് ആക്കുവാണെങ്കിൽ ദാറ്റ് വിൽ ബി ആൻ ഇക്വലന്റ് സർക്യൂട്ട് സിമിലർ ടു ദാറ്റ് ഓഫ് ഹാഫ് വേവ് റെക്ടിഫയർ. അപ്പോൾ ഒരു ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ DC വാല്യൂ, അപ്പോൾ അത് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്യാനുള്ളൊരു സമയം നമുക്ക് കിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു കമ്പാരിസൺ എപ്പോഴും പഠിച്ചു വെച്ചിരിക്കണം. കാരണം ഈ ഒരു റെക്ടിഫയർ ബേസിൽ എപ്പോഴും ചോദിക്കുന്നത് അതിൻ്റെ കമ്പാരിസൺ തന്നെ ആയിരിക്കും. അതിൻ്റെ TUF അല്ലെങ്കിൽ PIV, അതിൻ്റെ റിപ്പിൾ ഫ്രീക്വൻസി, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു റെക്ടിഫയർ പോർഷനിൽ നമുക്ക് സാധാരണ PSCക്ക് ചോദിക്കാറുള്ളത്. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസ് ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ DC വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണെന്ന് നമുക്ക് നോക്കാം. ആൻസർ എന്ന് പറയുന്നത്, ഞാൻ ഈ ഒരു കമ്പാരിസൺ ചാർട്ട് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ചോദിക്കുവാണെങ്കിൽ, അതായത് ഹാഫ് വേവോ അല്ലെങ്കിൽ ഫുൾ വേവോ അല്ലെങ്കിൽ ബ്രിഡ്ജ് ചോദിക്കുവാണെങ്കിൽ അതിൻ്റെ വാല്യൂസ് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ DC ഔട്ട്പുട്ടാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അത് Vm⁻ ആണ്. ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ഒരു ഡയോഡ് ഓപ്പൺ സർക്യൂട്ട് ആക്കുവാണെങ്കിലുള്ള വാല്യൂ, അപ്പം Vm⁻ ആണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത് ഒരു ഹാഫ് വേവ് റെക്ടിഫയറിന് ഇക്വലൻ്റ് ആണെന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ആണ്. അപ്പം ഇതിനകത്ത് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ. സോ ഈ ഒരു കമ്പാരിസണിനകത്ത് നോക്കുവാണെങ്കിൽ ഇതിനകത്ത് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജും റിപ്പിൾ ഫ്രീക്വൻസിയും റിപ്പിൾ ഫാക്ടറും റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഹാഫ് വേവിൻ്റെയും ഫുൾ വേവിൻ്റെയും ബ്രിഡ്ജിൻ്റെയും. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ, എത്ര ഡയോഡ്സ് യൂസ് ചെയ്യുന്നു, ഹാഫ് വേവ് റെക്ടിഫയറിനകത്ത് നമ്മൾ ഒരു ഡയോഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറയുമ്പോൾ അത് സെൻറ്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ 2 ഡയോഡ്സ് യൂസ് ചെയ്യുന്നു. ബ്രിഡ്ജ് റെക്ടിഫയറിനകത്താണെങ്കിൽ 4 ഡയോഡ്സ് യൂസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു കമ്പാരിസൺ പോകുന്നത്. ഇപ്പോൾ ഡയോഡിൻ്റെ കമ്പാരിസണിനകത്ത് കൊടുത്തിട്ടില്ല എങ്കിലും അതും കൂടെ അറിഞ്ഞിരിക്കണം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ റിലേ ബേസ് ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന
ഒരു സർക്യൂട്ടാണ് ഈ സ്നബ്ബർ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സ്നബ്ബർ സർക്യൂട്ട് റിലേയിൽ എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ റിലേ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു സ്വിച്ചിങ്, ഒരു മെക്കാനിക്കൽ സ്വിച്ചാണ്, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് വരുന്നുള്ള ഒരു സ്വിച്ചിങ് ഓപ്പറേഷനാണ് റിലേയിൽ നടക്കുന്നത്. നമ്മളത് ഫസ്റ്റ് ഇയറിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ഒരു റിലേ എന്താണെന്നുള്ളത്. അപ്പോൾ സ്നബ്ബർ സർക്യൂട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അപ്പോൾ നമ്മളിത് ഈ ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത് നമ്മൾ പവർ ഇലക്ട്രോണിക്സിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഈ സ്നബ്ബർ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്തേക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അവിടെ ഓപ്ഷൻ തന്നേക്കുന്നത് ഇലക്ട്രിക്കൽ ഐസൊലേഷൻ, കറണ്ട് ബൂസ്റ്റിംഗ്, അവോയ്ഡ് ആർക്കിംഗ്, ദെൻ മേക്കിംഗ് കോണ്ടാക്ട്സ്. സോ ഇതിൻ്റെ ഒരു പെർപ്പസ് എന്ന് പറയുന്നത് നമ്മളിത് അവോയ്ഡ് ആർക്കിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇവിടെ ഞാൻ അതിൻ്റെ ആ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്, സ്നബ്ബർ സർക്യൂട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പെർപ്പസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ആർക്കിംഗ് അവോയ്ഡ് ചെയ്യാം, സ്വിച്ചിങ് സമയത്ത്, റിലേ സ്വിച്ചിങ് സമയത്ത് നമുക്ക് ആർക്കിംഗ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇറ്റ് ലിമിറ്റ്സ് ദ വോൾട്ടേജ് സ്പൈക്സ്. സോ ഈ ഒരു റിലേയിൽ നമ്മളൊരു സ്നബ്ബർ യൂസ് ചെയ്യുമ്പോൾ ഉള്ള മെയിൻ പെർപ്പസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പൈക്സ് അവോയ്ഡ് ചെയ്യാം, അതുപോലെ തന്നെ ആർക്കിംഗ് അവോയ്ഡ് ചെയ്യാം. സോ വെൻ ദ റിലേ കോണ്ടാക്ട്സ് ഓപ്പൺ, ദ ഇൻഡക്റ്റീവ് ലോഡ്, അതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. ദ ഇൻഡക്റ്റീവ് ലോഡ് ക്യാൻ കോസ് ഹൈ വോൾട്ടേജ് സ്പൈക്സ് ഡ്യൂ ടു സഡൻ ഇൻറ്ററപ്ഷൻ ഓഫ് കറണ്ട്. സോ അങ്ങനെ ഉണ്ടാകുന്ന സ്പൈക്സിനെ റിമൂവ് ചെയ്യാം ഒരു സ്നബ്ബർ സർക്യൂട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ദെൻ ആർക്കിംഗ് എഫക്റ്റ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ പെർപ്പസ് എന്ന് പറയുന്നത്. സ്നബ്ബറിൻ്റെ പെർപ്പസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിവൈസ് ഈസ് എ പാർട്ട് ഓഫ് മൈക്രോ കൺട്രോളർ ചിപ്പ്? അപ്പോൾ ശരിക്കും മൈക്രോ കൺട്രോളറിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് അതിൻ്റെ പാർട്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പാർട്സ് അല്ല, ഇതിൽ കൂടുതൽ പാർട്സ് അതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ റാം വരുന്നുണ്ട്, റോം വരുന്നുണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ് ഉണ്ട്, ഇതെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദീസ് ആണ്. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് പാർട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ആ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, CPU വരുന്നുണ്ട്. അതുപോലെ തന്നെ മെമ്മറി എലമെൻറ്റ്സ് ആയിട്ട് റാമും റോമും വരുന്നുണ്ട്. നമ്മൾ റാൻഡം ആക്സസ് മെമ്മറി, റീഡ് ഒൺലി മെമ്മറി ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ മെമ്മറി എലമെൻറ്റ്സ് വരുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ് വരുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ടൈമർ, കൗണ്ടേഴ്സ്, ഇതൊക്കെ വരുന്നുണ്ട്. ടൈമേഴ്സ് വരുന്നുണ്ട്, കൗണ്ടേഴ്സ് വരുന്നുണ്ട്. ദെൻ ADCs വരുന്നുണ്ട്, DACs വരുന്നുണ്ട്. ADC മീൻസ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറും ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടേഴ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ക്ലോക്ക് ജനറേറ്റിംഗ് സർക്യൂട്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്, ക്ലോക്ക് ജനറേറ്റേഴ്സ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് എലമെൻറ്റ്സ് വരുന്നുണ്ട്. ദെൻ സീരിയൽ കമ്മ്യൂണിക്കേഷൻ പെരിഫറൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കമ്പോണൻസ് ചേരുന്ന ഒരു ചിപ്പാണ് ഈ ഒരു മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഉള്ള മെയിൻ കമ്പോണൻസ് വെച്ചിട്ടൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അതിനകത്ത് ഓൾ ഓഫ് ദീസ് ആണ്, വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണത്. ദെൻ GSM, നമ്മൾ GSMൻ്റെ ആർക്കിടെക്ചറൊക്കെ പഠിച്ചിട്ടുണ്ട്, ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന മൾട്ടിപ്പിൾ ആക്സസ് ടെക്നിക്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ TDMA, FDMA ഒക്കെ നമ്മൾ CDMA അങ്ങനെ മൾട്ടിപ്പിൾ ആക്സസ് ടെക്നിക്സ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ടൈം ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ആണോ, FDMA ആണോ, അതോ രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷൻ ആണോ GSMൽ യൂസ് ചെയ്യുന്നത്? അപ്പോൾ GSMൻ്റെയൊക്കെ ആർക്കിടെക്ചറൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇതിനകത്ത് GSMന്ന് ചോദിച്ചിരിക്കുന്ന ഈ ഒരു പോർഷൻ ആണെങ്കിൽ അത് ബേസിക് ഇലക്ട്രോണിക്സിൽ നിന്ന് വരുന്നൊരു ചോദ്യമാണ് GSM എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആർക്കിടെക്ചർ പഠിച്ചിരിക്കണം. അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്, ആ ഒരു ആർക്കിടെക്ചറിനകത്ത് അതിൻ്റെ ഒരു ഫസ്റ്റ് ബ്ലോക്കായിട്ട് നമുക്കൊരു മൊബൈൽ സ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു മൊബൈൽ എക്യുപ്മെൻറ്റ്, ദെൻ അതിനുശേഷം അതിനകത്തൊരു ബേസ് സ്റ്റേഷനെ കൺട്രോൾ ചെയ്യാനുള്ള ബേസ് സ്റ്റേഷൻ കൺട്രോളറുണ്ട്, ബേസ് ട്രാൻസീവർ സ്റ്റേഷൻസ് ഉണ്ട്. ദെൻ അതിനുശേഷം ഒരു MSC ഉണ്ട്, മൊബൈൽ സ്വിച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ട്. ആ MSCക്കകത്ത് തന്നെ HLR, VLR അങ്ങനെ ഒതൻറ്റിക്കേഷൻ സെൻറ്റർ അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു ആർക്കിടെക്ചർ നന്നായിട്ട് മനസ്സിലാക്കണം. അതിനകത്തുള്ള ചെറിയ ചെറിയ ഫുൾ ഫോംസ്, IMEI എന്താണ്, നമ്മൾ മൊബൈൽ എക്യുപ്മെൻറ്റ് ഐഡൻറ്റിറ്റി ആ ഒരു സംഭവം, നമ്മുടെ ഫോണിൻ്റെ IMEI എന്നൊക്കെ എന്താണ്, അപ്പോൾ സിം എന്താണ്, സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി മോഡ്യൂൾ, ദെൻ അങ്ങനെ HLR എന്താണ്, ഹോം ലൊക്കേഷൻ രജിസ്റ്റർ, വിസിറ്റർ ലൊക്കേഷൻ രജിസ്റ്റർ, VLR, AUC ഒതൻറ്റിക്കേഷൻ സെൻറ്റർ, EIR എക്യുപ്മെൻറ്റ് ഐഡൻറ്റിറ്റി രജിസ്റ്റർ, അങ്ങനെ കുറേ കമ്പോണൻസ് അതിനകത്ത് വരുന്നുണ്ട് ആ ഒരു ആർക്കിടെക്ചറിനകത്ത്. അപ്പോൾ അത് നന്നായിട്ട് അതിൻ്റെ കൂടെ പഠിക്കേണ്ടതാണ് GSMനകത്ത്. ഇവിടെ ചോദിച്ചേക്കുന്നത്
ഏത് മൾട്ടിപ്പിൾ ആക്സസ് ടെക്നിക്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ FDMAയും TDMA ഒരു കോമ്പിനേഷനാണ് GSMൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ TDMA എന്താണെന്ന് FDMA എന്താണെന്ന് അറിയാം. ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിങ് ആക്സസും അതുപോലെ FDMA ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സസും ആണ്. അതിൻ്റെ കോമ്പിനേഷനാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ ഡെഫിനിഷൻസ് ഞാനവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു FDMA എന്താണ്? FDMAക്കകത്ത് നമുക്കറിയാം അവൈലബിൾ ആ ഫ്രീക്വൻസി ബാൻഡിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ദെൻ ഇവിടെ GSMനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു മറ്റൊരു കാര്യം, അത് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ ഒരു ഫ്രീക്വൻസി റേഞ്ചിൻ്റെ ആ ഒരു വിഡ്ത്ത് പറയുന്നത് 200 kHz വൈഡിലാണ് നമ്മൾ ഓരോ ചാനലിനെ അത് ഫ്രീക്വൻസി റേഞ്ചിൽ ഡിവൈഡ് ചെയ്യുന്നത്. FDMA എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസിയുടെ ബേസിസിലാണ് അത് സെപ്പറേറ്റ് ചെയ്യുന്നത് ചാനലിനെ. സോ each users അല്ലെങ്കിൽ ഡിഫറെൻറ്റ് യൂസേഴ്സ് ഓർ ഗ്രൂപ്പ് ഓഫ് യൂസേഴ്സ് ഓപ്പറേറ്റ് ഓൺ ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ബാൻഡ്സ്. അതാണ് FDMA എന്ന് പറയുന്നത്. TDMAയിലാണെങ്കിൽ ഡിഫറെൻറ്റ് ടൈം സ്ലോട്ട്സിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ GSMൽ എന്താ ചെയ്യുന്നത്? ഈ 200 kHz ചാനലിനെ രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷൻ ആണെന്ന് പറഞ്ഞു. FDMAയുടെയും കൂടെ TDMAയുടെയും കൂടെ കോമ്പിനേഷനാണ് നമ്മുടെ GSMൽ വരുന്നത്. അല്ലാതെ FDMA അല്ലെങ്കിൽ TDMA മാത്രമല്ല, രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷനാണ്. അപ്പോൾ ഈ ഒരു 200 kHzൽ നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്ന ആ ഒരു ചാനലിനെ നമ്മൾ വീണ്ടും അത് ടൈം സ്ലോട്ട്സിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു കമ്പൈൻഡ് ആക്സസിങ് ടെക്നിക്കാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. FDMAയുടെയും TDMAയുടെയും ഒരു കോമ്പിനേഷനാണ് GSMൽ യൂസ് ചെയ്യുന്നത്. സോ അതാണ് ഇവിടെ GSM ബേസ് ചെയ്ത് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് C ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു സ്റ്റാൻഡ് ബൈ UPS ക്യാൻ ബി യൂസ്ഡ് ഫോർ പവർ റിക്വയർമെൻറ്റ്സ് ഓഫ്. അപ്പോൾ നമ്മൾ UPS, ഇതും GSM, UPS ഇതൊക്കെ നമ്മുടെ ആ ഒരു ബേസിക് ഇലക്ട്രോണിക്സ് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ചോദ്യങ്ങളാണ്. നമ്മുടെ മെയിൻ പോർഷൻ, അതായത് സർക്യൂട്ട്സ്, അങ്ങനെ അതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ആ ഒരു ബേസിക്കായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ ഫസ്റ്റ് ഇയറിലൊക്കെ നമ്മൾ പഠിക്കുന്ന ചില കാര്യങ്ങളാണ് UPS എന്ന് പറയുന്നത്. ഓൺലൈൻ UPS അല്ലെങ്കിൽ ഓഫ്ലൈൻ OPS. ഇപ്പം സ്റ്റാൻഡ് ബൈ UPS അല്ലെങ്കിൽ ഓൺലൈൻ, നമ്മൾ ജനറലായിട്ട് ഓൺലൈൻ ഓഫ്ലൈൻ എന്നാണ് പറയുന്നത് UPSനെ. അപ്പോൾ അതിൻ്റെ പവർ റിക്വയർമെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ നോർമൽ റേറ്റിംഗ് പറയുന്നത് സ്റ്റാൻഡ് ബൈ UPSൻ്റെത് 0.5 kV ആണ്. അപ്പോൾ സ്റ്റാൻഡ് ബൈ UPSനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഓഫ്ലൈൻ UPS എന്ന് പറയുന്നത്. അതുകൂടാതെ ഓൺലൈനും ഉണ്ട്. അപ്പോൾ ഓൺലൈൻ ഓഫ്ലൈൻ അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാംസും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കമ്പാരിസൺ പഠിക്കണം. ഓൺലൈൻ UPS എന്താണ്, അതിനകത്ത് എങ്ങനെയാണ് പവർ റിക്വയർമെൻറ്റ് എങ്ങനെയാണ്, അതേപോലെ തന്നെ ഓഫ്ലൈൻ UPSൽ എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു സർക്യൂട്ട് ഡയഗ്രാം അല്ലെങ്കിൽ അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം പഠിച്ചാൽ തന്നെ അത് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കി വെക്കാൻ പറ്റും. സോ ഇവിടെ പവർ റേറ്റിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. 0.5 kVA to 1 kV ആണ്. സോ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ A ആണ്. ഓഫ്ലൈൻ UPSൻ്റെ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓഫ്ലൈൻ UPSൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് ഈ റേഞ്ചിലാണ് പറയുന്നത്. സോ നമ്മുടെ ഓപ്ഷൻ വെച്ചിട്ട് 0.5 kV ആണ്. ഹയർ പവർ കപ്പാസിറ്റി, അതായത് 5 kVA 10 kV എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഡബിൾ കൺവേർഷൻ UPS അല്ലെങ്കിൽ ഓൺലൈൻ UPSലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ഹയർ റേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഓഫ്ലൈൻ UPSൽ ആ ഒരു ലോ പവർ റിക്വയർമെൻറ്റ്സ് ആണെങ്കിൽ ലോ പവർ റേറ്റിംഗ് ആണ്. 0.5 kVA റേഞ്ചിലാണ് അതിൻ്റെ പവർ റിക്വയർമെൻറ്റ്സ് പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഇലക്ട്രോണിക്സ് പോർഷനിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സെമി കണ്ടക്ടർ പോർഷനിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യമാണ്. ഇൻ എ സെനർ ഡയോഡ് വിത്ത് ഹൈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. അപ്പോൾ ആ ചോദ്യം നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന അവലാഞ്ചി അല്ലെങ്കിൽ സെനർ ബ്രേക്ക് ഡൗണിൻ്റെ ഒക്കെ കമ്പാരിസൺ പഠിക്കുന്ന ഒരാൾ നമ്മൾ സെനർ ഡയോഡ് എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ദേ ആർ ഹെവിലി ഡോപ്ഡ് ഡയോഡ്സ് എന്നാണ് പഠിച്ചു വെച്ചിട്ടുള്ളത് സെനർ ഡയോഡിൻ്റെ. ഇവിടെ ചോദിച്ചേക്കുന്നത് എ സെനർ ഡയോഡ് വിത്ത് ഹൈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മുടെ ആൻസർ മാറും. അപ്പോൾ പെട്ടെന്ന് സെനർ ഡയോഡ് ഹെവിലി ഡോപ്ഡ് അങ്ങനെ പഠിച്ചു വെക്കരുത് ഒരിക്കലും. ചോദ്യം കംപ്ലീറ്റ് ശ്രദ്ധിച്ച് വായിച്ചിട്ട് വേണം ഓപ്ഷൻസ് നോക്കുക, അതിനകത്ത് നോക്കി ആൻസർ ചെയ്യാവുള്ളൂ. ഇവിടെ ഹൈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ ഇലക്ട്രിക് ഫീൽഡ് ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ സെനർ ഒക്കർ ചെയ്യുന്നത് സെനറിൻ്റെ ക്യാരിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സെനറാണ് ഇറ്റ് ഒക്കേഴ്സ് അറ്റ്
ലോവർ വോൾട്ടേജസ്, ഒരു സ്റ്റഡി ഗ്രാഫാണ് അതിൻ്റെ ക്യാര എന്ന് പറയുന്നത്. ഒരു സഡൻ ചേഞ്ച് ആണ്, അല്ലെങ്കിൽ നമുക്കൊരു വോൾട്ടേജ് റെഗുലേറ്ററിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ സെനർ ഡയോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നത് ലോ വോൾട്ടേജസിലാണ് സെനർ ബ്രേക്ക് ഡൗൺ യൂഷ്വലി നടക്കുന്നത്. അപ്പോൾ ലോ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആണെങ്കിൽ ഹെവിലി ഡോപ്ഡ് ആയിരിക്കും നമ്മുടെ PN എന്ന് പറയുന്നത്. PN ജംഗ്ഷൻ അല്ലെങ്കിൽ PN ആ ഒരു സെമി കണ്ടക്ടേഴ്സ് രണ്ടും ഹെവിലി ഡോപ്ഡ് ആണ്, ഡോപ്പിംഗ് കൂടുതലാണ്. അതേസമയം ഹൈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിലാണ് ബ്രേക്ക് ഡൗൺ നടക്കുന്നതെങ്കിൽ അവിടെ PUN-ഉം ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. അപ്പോൾ അവിടെ ഇലക്ട്രിക് ഫീൽഡ് മാറുന്നുണ്ട്. ആ ഒരു സെനർ മെക്കാനിസത്തിനകത്തുള്ള ജംഗ്ഷനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് മെക്കാനിസം മാറുന്നുണ്ട്. അതുകൊണ്ടാണത് സംഭവിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അവലാഞ്ചി ഒക്കർ ചെയ്യുന്നത് ഹയർ വോൾട്ടേജസിലാണ്. സെനറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെനർ ഒക്കേഴ്സെറ്റ് ലോ വോൾട്ടേജസ് ആണെങ്കിൽ അവലാഞ്ചി ഒക്കേഴ്സെറ്റ് ഹൈ വോൾട്ടേജസ്, രണ്ട് റിവേഴ്സ് ബ്രേക്ക് ഡൗൺ മെക്കാനിസമാണ്. ഇവിടെ നമ്മുടെ ചോദ്യം ഹൈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നത് കൊണ്ടാണ് അത് ലൈറ്റ്ലി ഡോപ്ഡ് ആയിട്ട് നമ്മൾ ആൻസർ ചെയ്യുന്നത്, അതല്ലെങ്കിൽ അത് ഹെവിലി ഡോപ്ഡ് തന്നെയാണ്. സോ ആ ഒരു ഡിഫറൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലോ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നത് ഹെവിലി ഡോപ്ഡിലാണ്. സോ ദിസ് ഇൻക്രീസസ് ഇലക്ട്രിക് ഫീൽഡ് റിസൾട്ട് ഇൻ സെനർ ബ്രേക്ക് ഡൗൺ അറ്റ് ലോവർ വോൾട്ടേജസ്. അപ്പോൾ അവിടെ ഇൻക്രീസ് ഇൻ ഇലക്ട്രിക് ഫീൽഡാണ്. ഇവിടെ വരുമ്പോൾ കമ്പാരിറ്റീവ്ലി ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് കുറവായിരിക്കും ഹൈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിൻ്റെ കേസിൽ. സോ അതാണ് അതിനകത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ യൂഷ്വലി സെനർ ഡയോഡ് ഹെവിലി ഡോപ്ഡ് ആണ്, പക്ഷേ ഹൈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജസിൽ അത് ലൈറ്റ്ലി ഡോപ്ഡ് ആയിരിക്കും. ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കണം. ദെൻ വീണ്ടും നമ്മുടെ സെമി കണ്ടക്ടേഴ്സ് ഡയോഡ് മാറി നമ്മുടെ ട്രാൻസിസ്റ്റേഴ്സ് എന്നുള്ള ഒരു ചോദ്യമാണിത്. മോസ്റ്റ് ഓഫ് ദ ഹോൾസ് പ്രസന്റ് ഇൻ ദ ബേസ് ഓഫ് PNP ട്രാൻസിസ്റ്റർ ഫ്ലോ ഇൻ ടു. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്കൊരു PNP ട്രാൻസിസ്റ്റർ നോക്കുവാണെങ്കിൽ ഈ ഒരു ട്രാൻസിസ്റ്റർ സെക്ഷൻ വളരെ നന്നായിട്ട് പഠിക്കേണ്ടതാണ്. അപ്പോൾ ഇതിനകത്തൊരു PNP ട്രാൻസിസ്റ്ററാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പം ഫസ്റ്റ് P എന്ന് പറയുന്നത് നമ്മുടെ എമിറ്ററാണ്. ദെൻ സെക്കൻഡ് N എന്ന് പറയുന്നത് നമ്മുടെ ബേസ് ആണ്. ഇതാണ് നമ്മുടെ കളക്ടർ. അപ്പോൾ ഇതിനെ പ്രോപ്പർലി നമ്മൾ ബയാസ് ചെയ്യുവാണെങ്കിൽ നമുക്കറിയാം ഈ ഹോൾസ് എമിറ്റ് ചെയ്യുന്ന എവിടെ നിന്നാണ്. നമ്മളിതിന് ഇവിടെ ഒരു ഫോർവേഡ് ബയാസിങ് കൊടുക്കുവാണ്. ഇവിടെ ഒരു ഫോർവേഡ് ബയാസിങ്, ഇവിടെ ഒരു കളക്ടർ ബേസിൽ റിവേഴ്സ് ബയാസിങ്ങും കൊടുക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് എമിറ്ററിൽ നിന്നും ബേസിലേക്ക് ഹോൾസ് എമിറ്റ് ചെയ്യും. ഈ ബേസിൽ റീകോമ്പിനേഷൻ നടക്കും, റിമൈനിങ് ഹോൾസ് കളക്ടർ കളക്ട് ചെയ്യും. അപ്പോൾ ശരിക്കും എമിറ്ററിൽ നിന്ന് ബേസ് വഴി കളക്ടറിലേക്കാണ് ഹോൾസ് ഫ്ലോ ചെയ്യുന്നത്. NPN ആണെങ്കിൽ ഇവിടെ ഇലക്ട്രോൺസ് ആയിരിക്കും മെജോറിറ്റി ക്യാരിയേഴ്സ്. PNP ആയതുകൊണ്ടാണ് ഇവിടെ ഹോൾസ് പറയുന്നത്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ഹോൾസ് ഫ്രം എമിറ്റർ വിൽ റീച്ച് ദ കളക്ടർ. ബേസ് വഴി കളക്ടറിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഫ്ലോ ഇൻ ടു ദ കളക്ടറാണ്. ഓപ്ഷൻ B ആണ്. അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ആ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഹോൾസ് ഫ്ലോ ചെയ്യുന്നത്, അവിടെ കറണ്ട് ഉണ്ടാകുന്നത് എങ്ങനെയാണ്, ആ ഒരു തിയറി നമ്മൾ പഠിക്കുന്നതാണ്. വർക്കിംഗ് ഓഫ് ആൻ NPN ട്രാൻസിസ്റ്റർ. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന കറണ്ട് I = IB + IC എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അവിടെ ഇത് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ വാട്ട് ഈസ് ദ റീസൺ ഫോർ ബേസ് കറണ്ട് എങ്ങനെയാണ് ഉണ്ടാകുന്നത് അതും കൂടെ പഠിക്കണം. അവിടെ ബേസിൽ റീകോമ്പിനേഷൻ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബേസിൽ നിന്ന് കുറച്ച് ഈ ഒരു PNP കേസ് എടുക്കുകയാണെങ്കിൽ ബേസിൽ നിന്ന് കുറച്ച് ഇലക്ട്രോൺസ് ഹോൾസ് നമ്മുടെ എമിറ്ററിലോട്ട് പോകുന്നുണ്ട്. അതൊരു റീസണാണ്. അപ്പോൾ ബേസ് കറണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന 3 പോയിന്റ്സ് ഉണ്ട്. അതിൽ മെയിൻ 2 പോയിന്റ്സ് എന്ന് പറയുന്നത് ഒന്ന് റീകോമ്പിനേഷൻ, ബേസിലുണ്ടാവുന്ന റീകോമ്പിനേഷൻ, പിന്നെ ബേസിൽ നിന്ന് എമിറ്ററിലേക്ക് പോകുന്ന ആ ഒരു മൈനോറിറ്റി ചാർജ് ക്യാരിയേഴ്സിൻ്റെ ആ ഒരു വാല്യൂ. അത് രണ്ടോട് വെച്ചിട്ടാണ് മെയിനായിട്ടും ബേസ് കറണ്ടിൻ്റെ റീസൺ പറയുന്നത്. അപ്പോൾ അതും കൂടെ അതിൻ്റെ കൂടെ പഠിക്കേണ്ടതാണ്. ദെൻ ഈ ഒരു ചോദ്യം PSC അതൊരു ഇൻവാലിഡ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചൂസ് ചെയ്തേക്കുന്നത്. കാരണം അവർ കൊടുത്തേക്കുന്ന ഓപ്ഷൻസ് വെച്ചിട്ട് തന്നെയാണ്. ഒരു JFET അറിയാം, ജംഗ്ഷൻ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റേഴ്സ് ആണ്. JFET തന്നെ നമ്മൾ കോമൺ സോഴ്സ്, കോമൺ ഡ്രെയിൻ, അങ്ങനെ നമ്മൾ കോമൺ ഗേറ്റ് ഇതൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏത് കോൺഫിഗറേഷൻ ആണ് ഈ ഒരു തന്നേക്കുന്ന ക്വസ്റ്റ്യൻ, അതാണ് ചോദിച്ചേക്കുന്നത്. സോ എ JFET കോൺഫിഗറേഷൻ വിച്ച് കണക്ട്സ് എ ഹൈ റെസിസ്റ്റൻസ് സിഗ്നൽ സോഴ്സ് ടു ലോ റെസിസ്റ്റൻസ് ലോഡ്. അപ്പോൾ അത് ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിന് 2 ആൻസേഴ്സും കറക്റ്റാണ്. Aയും Cയും കറക്റ്റാണ്. 2 ആൻസേഴ്സും. സോഴ്സ് ഫോളോവറിനെ തന്നെയാണ് കോമൺ ഡ്രെയിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ 2 ആൻസേഴ്സും ശരിയാണ്. സോ അതുകൊണ്ട് ഇതൊരു ഇൻവാലിഡ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്തേക്കുന്നത്. അപ്പം 2 ആൻസേഴ്സും എഴുതുന്നവർക്ക് അതിൻ്റെ മാർക്ക് കിട്ടിക്കാണും. അപ്പോൾ നമുക്ക് ഇത് 2 ചോയ്സും ശരിയാണ്. കാരണം സോഴ്സ് ഫോളോവർ ഈസ് ഓൾസോ നോൺ ആസ് എ കോമൺ ഡ്രെയിൻ. സോ നമ്മൾ ഇമ്പിഡൻസ് മാച്ചിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നൊരു സാധനമാണ് സോഴ്സ് ഫോളോവർ, അറിയാവുന്നതാണ് സോഴ്സ് ഫോളോവർ. അതിനെ തന്നെ നമുക്ക് കോമൺ ഡ്രെയിൻ എന്നും പറയാം. അപ്പോൾ ഈ ഓപ്ഷൻ്റെ ആൻസർ Aയും Cയും ആണ്. സോ സോഴ്സ് ഫോളോവർ തന്നെയാണ് കോമൺ ഡ്രെയിൻ ആയിട്ട് നമ്മൾ JFET ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ ഒരു ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കണക്റ്റിംഗ് എ ഹൈ റെസിസ്റ്റൻസ് സിഗ്നൽ സോഴ്സ്. അപ്പം അതുപോലെ തന്നെ ലോ ഔട്ട്പുട്ട് ഇംപെഡൻസ് ഇറ്റ് ഈസ് ഐഡിയൽ ഫോർ ഡ്രൈവിംഗ് എ ലോ റെസിസ്റ്റൻസ് ലോഡ്. അപ്പം സോഴ്സ് വെച്ചും ലോഡ് വെച്ചിട്ടും ആ ഹൈ ലോ ഇംപെഡൻസ് മാച്ചിങ് കണ്ടീഷൻ പറഞ്ഞേക്കുവാണ്. അപ്പോൾ ആ ഒരു ഇംപെഡൻസ് മാച്ചിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ബഫറിങ് ആപ്ഷൻ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നമ്മൾ ഓപ്പ് ഒക്കെ വോൾട്ടേജ് ഫോളോവറായിട്ട് ഉപയോഗിക്കുന്ന പോലെ തന്നെ സെയിം സോഴ്സ് ഫോളോവറായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ഈ JFET ഇൻ കോമൺ ഡ്രെയിൻ ഓപ്പറേഷൻ. സോ ഇവിടെ ഇതിൻ്റെ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി ലെസ് ദാൻ 1 ആണ്. സോ അതുപോലെ തന്നെ ഇംപെഡൻസ് മാച്ചിങ്ങിന് ഉപയോഗിക്കുന്നതാണ് സോഴ്സ് ഫോളോവർ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ അങ്ങനെയാണ് കൂടുതലും ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ 2 ഓപ്ഷനും കറക്റ്റാണ്. ദെൻ 34th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വെൻ ക്ലാസ് ബി പവർ ആംപ്ലിഫയർ ഈസ് ഇൻ ക്യുസെൻറ്റ് സ്റ്റേറ്റ്. നമ്മൾ ക്ലാസ് ബി പവർ ആംപ്ലിഫയർ ദെൻ അതുപോലെ തന്നെ ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ അതിൽ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് ദെൻ അതിൻ്റെ അതെങ്ങനെ ഓവർകം ചെയ്യാം നമ്മൾ ക്ലാസ് AB ഓപ്പറേഷൻ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പവർ ആംപ്ലിഫയേഴ്സിനകത്ത്. ദെൻ AB ആ ഒരു കമ്പാരിസൺ ക്ലാസ് സിയുടെ അതുപോലെ എഫിഷ്യൻസിയുടെ കമ്പാരിസൺ ആ ഒരു പവർ ആംപ്ലിഫയേഴ്സിൻ്റെ കമ്പാരിസൺ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. ഇതിൻ്റെ വർക്കിംഗ് ബേസ് ചെയ്തിട്ടാണ് ക്യുസെൻറ്റ് സ്റ്റേറ്റിൽ ഒരു ക്ലാസ് ബി ആംപ്ലിഫയർ. ക്യുസെൻറ്റ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഇൻപുട്ട് ഒന്നും കൊടുക്കാത്ത ഒരു കണ്ടീഷനിലാണ്. ഇൻപുട്ട് ഒന്നും കൊടുക്കാതിരിക്കുമ്പോൾ ഒരു ക്ലാസ് ബി ഓപ്പറേഷൻ എങ്ങനെ ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി ആണ്. നോ കറണ്ട് വിൽ ഫ്ലോ ത്രൂ ദ ട്രാൻസിസ്റ്റർ. അപ്പോൾ ക്യുസെൻറ്റ് സ്റ്റേറ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ അതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും. സോ നോ കറണ്ട് വിൽ ഫ്ലോ ത്രൂ ദ ട്രാൻസിസ്റ്റർ ആണ് നമ്മുടെ ആൻസർ 34. when class B power amplifier is in quiescent state. So no current will flow through the transistor. Option C ആണ് നമ്മുടെ ആൻസർ. സോ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ക്ലാസ് ബി പവർ ആംപ്ലിഫയർ ആണ്. അപ്പോൾ നമുക്ക് അറിയാവുന്നതാണ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഒരു ട്രാൻസിസ്റ്റർ ഓൺ ആവും, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ മറ്റൊരു ട്രാൻസിസ്റ്റർ ഓൺ ആവും. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ പറയുന്നത് അതായത് സീറോ ക്രോസിംഗ് പോയിന്റിൽ 2 ട്രാൻസിസ്റ്റേഴ്സും ഓഫ് ആയിരിക്കും. 2 ട്രാൻസിസ്റ്റേഴ്സും ഓഫ് ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഡിസ്റ്റോഷനാണ് ആ ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ എന്ന് പറയുന്നത്. അത് ഓവർകം ചെയ്യാൻ നമ്മൾ ക്ലാസ് AB ഓപ്പറേഷനിലോട്ട് പോകും. അവിടെ 2 ഡയോഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഈ ട്രാൻസിസ്റ്റേഴ്സിനെ ബയാസ് ചെയ്ത് 0.7 നിർത്തി അതിനെ ഓൺ ആക്കി നിർത്തുക. അപ്പോൾ അങ്ങനെയാണ് ക്രോസ് ഓവർ ഡിസ്റ്റോഷനൊക്കെ ഓവർകം ചെയ്യുന്നത്. ക്ലാസ് AB ഓപ്പറേഷനിലോട്ട് പോയി. അപ്പോൾ ഇതിനകത്ത് ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ ഉണ്ടാവും. ക്യുസെൻറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് there is no input signal, the transistor is biased in such a way that no current will flow through it. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കണ്ടീഷൻ. അല്ലാതെ നോർമലി ഇത് വർക്ക് ചെയ്യുന്നത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഒരു ട്രാൻസിസ്റ്റർ ഓൺ ആവും. ഇവിടെ NPNഉം PNB 2 ട്രാൻസിസ്റ്റേഴ്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ പോകുന്നത്. സോ നമ്മുടെ ആൻസർ എന്താണ്? നോ കറണ്ട് വിൽ ഫ്ലോ ത്രൂ ദ ട്രാൻസിസ്റ്റർ ഇൻ ക്യുസെൻറ്റ് സ്റ്റേറ്റ്. ദെൻ ഇൻഡക്ടർ ഫിൽട്ടേഴ്സ്. അപ്പോൾ നമ്മൾ പവർ സപ്ലൈ പഠിക്കുമ്പോൾ DC പവർ സപ്ലൈ പഠിക്കുമ്പോൾ റെക്ടിഫയർ, ഫിൽട്ടർ, വോൾട്ടേജ് റെഗുലേറ്റർ ഇത് 3 പഠിക്കുന്നുണ്ട്. അപ്പോൾ റെക്ടിഫയേഴ്സ് നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നു. ഹാഫ് വേവ്, ഫുൾ വേവ് റെക്ടിഫയർ, ബ്രിഡ്ജ് റെക്ടിഫയർ. അപ്പോൾ അതിൻ്റെ കമ്പാരിസൺ പഠിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഇൻഡക്ടർ ഫിൽട്ടേഴ്സ്, കപ്പാസിറ്റർ ഫിൽട്ടേഴ്സ്, ദെൻ CLC ഫിൽട്ടേഴ്സ്. അങ്ങനെ നമ്മൾ കുറേ ടൈപ്പ് ഓഫ് ഫിൽട്ടേഴ്സ് പഠിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കപ്പാസിറ്റർ ഫിൽട്ടറാണ്. അതുപോലെ തന്നെ ഇൻഡക്ടർ ഫിൽട്ടറിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ചിലപ്പോൾ അതിൻ്റെ റിപ്പിൾ ഫാക്ടറോ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. റിപ്പിൾ ഫ്രീക്വൻസി ആയിട്ടുള്ള റിലേഷൻ എങ്ങനെയാണ്, ഇത് കൂടുമ്പോൾ എങ്ങനെയാണ് റിപ്പിൾ ഫ്രീക്വൻസിക്ക് എന്ത് സംഭവിക്കും, ലോഡ് റെസിസ്റ്റൻസുമായിട്ട് കണക്ട് ചെയ്തിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതും അതിൻ്റെ ഒരു കമ്പാരിസൺ പഠിക്കുന്നത് നല്ലതാണ്, ഫിൽട്ടേഴ്സിൻ്റെ എല്ലാം കൂടെ. So inductor filter should be used when the load current is high, then load current is low, high load resistance, none of the above. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇൻഡക്ടർ ഫിൽട്ടർ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? അപ്പോൾ നമുക്കറിയാം കപ്പാസിറ്റർ ബ്ലോക്ക് ചെയ്യുന്നത്, കപ്പാസിറ്റർ ബ്ലോക്സ് DC ആണ്. അതുപോലെ തന്നെ കപ്പാസിറ്റർ പാസ് AC സിഗ്നലിനെ പാസ് ചെയ്യും. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻഡക്ടറിൻ്റെ കേസിൽ. L passes DC and it blocks AC. ഈ ഒരു പ്രിൻസിപ്പിളാണ് ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ A ആണ്. ലോഡ് കറണ്ട് ഈസ് ഹൈ. ലോഡ് കറണ്ട് ഹൈ ആകുമ്പോഴാണ്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ സെയിം എക്സ്പ്ലനേഷനാണ് അവിടെയും. ഇൻഡക്ടർ ഫിൽട്ടർ ഈസ് മോസ്റ്റ് എഫക്റ്റീവ് വെൻ ദ ലോഡ് കറണ്ട് ഈസ് ഹൈ ബിക്കോസ് ഇൻഡക്ടർ reactance proportional to the current flowing through it. അപ്പോൾ at higher load current inductor exhibits lower impedance to DC. അതായത് നമ്മൾ ഇൻഡക്ടർ DC ആണ് പാസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. അപ്പം
ഹൈ ലോഡ് കറണ്ട് മീൻസ് എന്താണ്? ഇറ്റ് ഓഫേഴ്സ് ലോ ഇമ്പിഡൻസ് കുറവായിരിക്കും, പെട്ടെന്ന് കറണ്ടിനെ പാസ് ചെയ്യും. അതുപോലെ തന്നെ എ സി ആണ് വരുന്നതെങ്കിൽ ഇറ്റ് ഓഫേഴ്സ് ഹയർ ഇമ്പിഡൻസ്. സോ അതാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. എ സിയും ഡി സിയിലും എങ്ങനെയാണ് ഇൻഡക്ടർ ബിഹേവ് ചെയ്യുന്നത് അത് വെച്ചിട്ടാണ് ഒരു ചോദ്യം. സോ അതിൻ്റെ ആൻസർ ദ ലോഡ് കറണ്ട് ഈസ് ഹയർ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ദെൻ ഇനി നമ്മൾ നമ്മുടെ ആംപ്ലിഫയർ, ഓസിലേറ്റേഴ്സ് ആ ഒരു സെക്ഷനിൽ നിന്നുള്ള ചോദ്യമാണ്. ആംപ്ലിഫയറിൽ വന്നില്ല, ഓസിലേറ്റേഴ്സ് എന്നുള്ളൊരു ചോദ്യമാണ്. സോ ഇൻ എ വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ഇഫ് ദ റെസിസ്റ്റൻസ് ഇൻ ദ പോസിറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ട് ആർ ഡിക്രീസ്ഡ്, ഫ്രീക്വൻസി എങ്ങനെ ആയിരിക്കും? അപ്പോൾ നമുക്ക് വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ അറിയാം, ഓഡിയോ ഫ്രീക്വൻസി ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓസിലേറ്റർ ആണ്. ആർ സി ഓസിലേറ്ററിനകത്ത് പഠിക്കുന്നതാണ് വീൻ ബ്രിഡ്ജും ആർ സി ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ. അപ്പോൾ അതിൽ ഏറ്റവും കോമൺലി യൂസ്ഡ് ഓഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ എന്നുള്ള ചോദ്യം അതും ഇവിടെ ചോദിച്ചിട്ടുള്ളതാണ്. അതും വീൻ ബ്രിഡ്ജാണ്. അപ്പോൾ ഈ വീൻ ബ്രിഡ്ജിൻ്റെ ഫ്രീക്വൻസി ആയിട്ടുള്ള റിലേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്തൊരു സീരീസ് ആർ സി സർക്യൂട്ടും ഒരു പാരൽ ആർ സി സർക്യൂട്ടും ആണ് ഉള്ളത്. സീരീസും പാരലും ആണ് ഉള്ളത്. അപ്പോൾ അവിടെ അതിൻ്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഇക്വേഷൻ 1/2π R1 R2 C1 C2. ഒരു ആർ സി സീരീസ് ആയിട്ട് ഒരെണ്ണം പാരലായിട്ടുമാണ്. അപ്പം നമ്മൾ ജനറലി നമ്മൾ ഡിസൈനൊക്കെ ചെയ്യാൻ നേരത്ത് 1/2π RC ആയിട്ട് എടുക്കുന്നത്, R1 R2 ഈക്വൽ ആയിട്ടും C1 C2 ഈക്വൽ ആയിട്ടും എടുക്കുന്നത്. എങ്കിലും ജനറൽ ഇക്വേഷൻ ഇതാണ്, R1 R2 × C1 C2 ആണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇഫ് ദ റെസിസ്റ്റൻസ് ഇൻ ദ പോസിറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ട് ആർ ഡിക്രീസ്ഡ്, R കുറയുവാണെങ്കിൽ, റെസിസ്റ്റൻസ് കുറയുവാണെങ്കിൽ എഫും ആറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓട്ടോമാറ്റിക്കലി നമ്മുടെ റെസിസ്റ്റൻസ് കുറയുമ്പോൾ ഫ്രീക്വൻസി വിൽ ഇൻക്രീസ്. വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. സോ ആൻസർ സി ആണ്, ഫ്രീക്വൻസി വിൽ ഇൻക്രീസ്. സോ അതിൻ്റെ ഫ്രീക്വൻസിയുടെ റിലേഷൻ ബേസ് ചെയ്തിട്ട് അപ്പോൾ സർക്യൂട്ട് അറിഞ്ഞിരിക്കണം. അത് അതിൻ്റെ ആപ്ലിക്കേഷൻസ്, വീൻ ബ്രിഡ്ജ് ഏത് ഫ്രീക്വൻസിയിലാണ് ഉപയോഗിക്കുന്നത്, എന്ത് ടൈപ്പ് ഓഫ് ഓസിലേറ്ററാണ്, അത് ബേസ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണത്. അപ്പോൾ ഫ്രീക്വൻസി ആയിട്ടുള്ള റിലേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ക്രിസ്റ്റൽ ഓസിലേറ്ററിൽ നിന്ന് തന്നെ 3 ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ക്രിസ്റ്റൽ ഓസിലേറ്ററിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. വെൻ ദ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഓഫ് എ ക്രിസ്റ്റൽ ഓസിലേറ്റർ ബിക്കംസ് പാരൽ റെസൊണൻസ് ഫ്രീക്വൻസി, ദ റിയാക്റ്റൻസ് ഓഫ് ക്രിസ്റ്റൽ ഓസിലേഷൻ ബിക്കംസ്. എന്താണ് റിയാക്റ്റൻസിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ശരിക്കും പാരൽ റെസൊണൻസിൽ നമ്മുടെ XL-ഉം XC-യും ഈക്വൽ ആയിട്ട് മാറും. അതായത് ശരിക്കും ക്രിസ്റ്റൽ ഓസിലേറ്ററിൻ്റെ ഒരു ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കുകയാണെങ്കിൽ ഒരു RLC സർക്യൂട്ടിന് ഇക്വലൻ്റ് ആയിട്ട് വരും. അപ്പോൾ ഇവിടെ XL-ഉം XC-യും ഈക്വൽ ആവുമെന്ന് പറഞ്ഞാൽ അത് ക്യാൻസൽ ആവുമെന്നുള്ളൊരു മീനിങ് ആണ്. J × XL - XC, നെറ്റ് റിയാക്റ്റൻസ് 0 ആയി പോകും. അപ്പോൾ ഇവിടുത്തെ നെറ്റ് ഇമ്പിഡൻസ് മെഷർ ചെയ്യുകയാണെങ്കിൽ അതൊരു R ആയിട്ട് മാറും. ഒരു റെസിസ്റ്റീവ് ഇമ്പിഡൻസ് ആയിട്ടാണ് നമുക്കിവിടെ അതിനെ കാണാൻ പറ്റുന്നത്. സോ ഇവിടെ നമ്മൾ ചോദിച്ചേക്കുന്നത് വെൻ ദ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ബിക്കംസ് പാരൽ റെസൊണൻസ് ഫ്രീക്വൻസി, അങ്ങനെയാണെങ്കിൽ റിയാക്റ്റൻസിന് എന്ത് സംഭവിക്കും? റിയാക്റ്റൻസ് വിൽ ബി വെരി ഹൈ ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ആയിരിക്കും. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. സോ നമുക്ക് പറയാം പാരൽ റെസൊണൻസിൽ നമ്മുടെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും കപ്പാസിറ്റീവ് റിയാക്റ്റൻസും ഈക്വൽ ആയിരിക്കും. അവിടുത്തെ നെറ്റ് ആ ഒരു റിയാക്റ്റൻസ് ഇമ്പിഡൻസ് മെഷർ ചെയ്യുമ്പോൾ XL - XC എന്നുള്ള വാല്യൂ 0 ആയിപ്പോൾ രണ്ട് ഈക്വൽ ആകുമ്പോൾ. അപ്പോൾ നമുക്കിവിടെ നെറ്റ് ആ ഒരു RLC സർക്യൂട്ടിൻ്റെ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റീവ് ഇമ്പിഡൻസ് ആയിരിക്കും. സോ ദ ക്രിസ്റ്റൽ ബിഹേവ്സ് ലൈക്ക് ആൻ ഓപ്പൺ സർക്യൂട്ട് അറ്റ് ദിസ് ഫ്രീക്വൻസി ലീഡിങ് ആൻ ഇൻഫൈനൈറ്റ് റിയാക്റ്റൻസ്. സോ അതാണ് അതിൻ്റെ റീസൺ ആയിട്ട് പറയുന്നത്. നെറ്റ് ഇമ്പിഡൻസ് എന്ന് പറയുന്ന ഒരു റെസിസ്റ്റീവ് ഇമ്പിഡൻസ് ആയിരിക്കും. കാരണം ഒരു ക്രിസ്റ്റൽ ഓസിലേറ്ററിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട് നിങ്ങൾ വരച്ച് നോക്കുവാണെങ്കിൽ ഒരു RLC സർക്യൂട്ടിന് ഇക്വലൻ്റ് ആയിട്ട് വരും. പാരൽ റെസൊണൻസ് ഫ്രീക്വൻസിയിൽ രണ്ട് റിയാക്റ്റൻസ് XL-ഉം XC-യും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നെറ്റ് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസിന് Rന് ഇക്വലൻ്റ് ആയിരിക്കും. സോ അത് കൊണ്ടാണ് ഒരു ഇൻഫൈനൈറ്റ് വാല്യൂ നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്തത് ആംപ്ലിഫയറിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓസിലേറ്ററിൽ നിന്നും ആംപ്ലിഫയറിൽ നിന്നും ചോദ്യങ്ങളുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫീഡ്ബാക്കും അല്ലെങ്കിൽ വിത്തൗട്ട് ഫീഡ്ബാക്കിലുള്ള ഡിസ്റ്റോഷൻ്റെ കണ്ടീഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിസ്റ്റോഷൻ ഓഫ് an amplifier is found to be 3% when the feedback ratio of negative feedback amplifier is 0.04. ഫീഡ്ബാക്ക് റേഷ്യോ തന്നിട്ടുണ്ട്, അതുപോലെ ഡിസ്റ്റോഷൻ തന്നിട്ടുണ്ട്. വെൻ ദ ഫീഡ്ബാക്ക് ഈസ് റിമോട്ട് ഡിസ്റ്റോഷൻ ബിക്കംസ് 15%. അപ്പോൾ നമ്മളൊരു റിലേഷൻ പഠിച്ചിട്ടുണ്ട് DF-ന്, അതായത് ഡിസ്റ്റോഷൻ വിത്ത് ഫീഡ്ബാക്ക് ആൻഡ് വിത്തൗട്ട് ഫീഡ്ബാക്ക്. D എന്ന് പറയുന്നത് വിത്തൗട്ട് ഫീഡ്ബാക്ക് ആണ്. സോ D/1 + A ബീറ്റ. നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ ആണ്, അതുകൊണ്ടാണ് 1 + A ബീറ്റ ഒരു ഫാക്ടർ വരുന്നത്. സെൻസിറ്റിവിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് 1 + A ബീറ്റ ആയിട്ട് വരുന്നത്. സോ D/1 + A ബീറ്റ ആണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്
ഫീഡ്ബാക്ക് റിമൂവ് ചെയ്യുമ്പോൾ ഉള്ള ഡിസ്റ്റോഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് DF എന്ന് പറയുന്നത് 3% ആണ്. 3% അത് ആംപ്ലിഫയറിൻ്റെ, അത് DF ആണ് തന്നേക്കുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് 0.03% ഇട്ട് ചെയ്യാൻ പറ്റില്ല. സോ 3/100 0.03. ദെൻ D തന്നേക്കുന്നത് ഡിസ്റ്റോഷൻ, ഫീഡ്ബാക്ക് റിമൂവ് ചെയ്യുമ്പോൾ ഡിസ്റ്റോഷൻ 15%. അപ്പോൾ അത് എത്രയാണ്? 0.15 ആയിട്ട് എടുക്കാം. ബൈ 1 + A ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. ബീറ്റ തന്നിട്ടുണ്ട്, ആ ഫീഡ്ബാക്ക് റേഷ്യോ 0.04. അപ്പോൾ ഇതിനകത്തുനിന്ന് A കണ്ടുപിടിച്ചാൽ മതി. എല്ലാം ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ആ റിലേഷൻ മാത്രം അറിഞ്ഞിരിക്കേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്തുനിന്ന് A കണ്ടുപിടിച്ചാൽ നമുക്ക് എയുടെ വാല്യൂ ഇത് സോൾവ് ചെയ്യുമ്പം നമുക്ക് ഓപ്ഷൻ D ആണ് 100 എന്ന് കിട്ടും. അത് ചെയ്ത് നോക്കുക. ജസ്റ്റ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മാത്സ് ആണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ എളുപ്പം സോൾവ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. റിലേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. സോ ആൻസർ 100 ആണ്. നെക്സ്റ്റ് ഇതും ആ ഒരു ഫീഡ്ബാക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള ഗെയിൻ്റെ റിലേഷൻ വെച്ചിട്ടുള്ള ചോദ്യമാണ്. വോൾട്ടേജ് ഗെയിൻ ഓഫ് ആൻ ആംപ്ലിഫയർ വിത്തൗട്ട് ഫീഡ്ബാക്ക് 60 dB. ഇറ്റ് ഡിക്രീസസ് ടു 40 dB വിത്ത് ഫീഡ്ബാക്ക്. ദെൻ ദ ഫീഡ്ബാക്ക് ഫാക്ടറീസ്. ഇതിൽ PSCയുടെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. പക്ഷേ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഇതാണ്. അപ്പോൾ PSCയുടെ ആൻസർ കീയിലും 0.00833 ആണ്. അവർ ആ DBയിൽ ഉള്ളൊരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ വരാത്തതുകൊണ്ടാണ് ആൻസർ റോങ് ആയിട്ട്. പക്ഷേ അതിൻ്റെ ആൻസർ, ശരിക്കുള്ള ആൻസർ A തന്നെയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് Aയും AFും കണ്ടുപിടിക്കണം. A കണ്ടുപിടിക്കണം, AFും കണ്ടുപിടിക്കണം. അപ്പോൾ ശരിക്കും നമുക്കിവിടെ തന്നേക്കുന്നത് 20 log A ആണ് 60 dB ആയിട്ട് തന്നേക്കുന്നത്. അപ്പോൾ A എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഒരു ആൻറ്റി ലോഗ് എടുക്കേണ്ടി വരും. അപ്പോൾ A എന്ന് പറയുന്നത് 10⁻60/20 ഇങ്ങനെയാണ് A കണ്ടുപിടിക്കേണ്ടത്. അപ്പം Aയുടെ വാല്യൂ നമുക്ക് ഇത് 10³ 1000 എന്ന് വരും. സിമിലർലി AF വന്നേക്കുന്നതും DBയിലാണ്. സോ 20 log AF എന്ന് പറയുന്നത് 40 dB ആണ്. അപ്പോൾ അവിടെയും നമുക്ക് ഇതുപോലെ എടുക്കാം. 10ൻ്റെ പവറിലാണ് ആൻറ്റി ലോഗ് എടുക്കുമ്പോൾ ലോഗ് 10⁻A എന്നാണ്. 10⁻AF ആണ്. സോ 10⁻40/20 ആണ് ആൻറ്റി ലോഗ് എടുക്കുമ്പോൾ. നമുക്കതിനെ 10² എന്ന് എഴുതാം. അത് 100. അപ്പോൾ ഈ വാല്യൂസ് ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അതല്ല DB തന്നേക്കുന്ന വാല്യൂസ് വിട്ട് അത് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. സോ ഇനി നമുക്ക് ഫീഡ്ബാക്ക് വിത്ത് ഗെയിൻ ആൻഡ് വിത്ത് ഫീഡ്ബാക്ക് ആൻഡ് വിത്തൗട്ട് ഫീഡ്ബാക്ക് ഗെയിൻ്റെ റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ AF ഈക്വൽ ടു ആംപ്ലിഫയറിൻ്റെ കേസാണ്, ഓസിലേറ്റർ അല്ല. സോ 1 + A ബീറ്റ ആണ്. ഇതാണ് റിലേഷൻ. ഇവിടെ നമ്മൾ ഒരിക്കലും 60 dB അല്ലെങ്കിൽ 40 dB ഡയറക്റ്റ് കൊടുത്ത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആൻസർ 0.00833 കിട്ടും. അത് തെറ്റാണ്. കാരണം DBയിലിട്ട് ഒരിക്കലും ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് നമ്മൾ അതിനെ DBയിൽ നിന്ന് മാറ്റി Aയും AFും കണ്ടുപിടിക്കണം. അതാണ് ഞാൻ ചെയ്യുന്നത്. സോ ഇവിടെ AF സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ AFൻ്റെ വാല്യൂ 100, Aയുടെ വാല്യൂ 1000 ബൈ 1 + അഗെയിൻ A എന്ന് പറയുന്നത് 1000 ഇൻറ്റു ബീറ്റ. അപ്പോൾ ഇവിടുന്ന് ഫീഡ്ബാക്ക് ഫാക്ടർ ബീറ്റ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 0.009 എന്നുള്ള വാല്യൂ ആണ്. അപ്പോൾ ശരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ് ആൻസർ. ഇതല്ല, ഇത് PSCയുടെ ആൻസർ വെച്ചിട്ട് 0.00833 ആണ്. അത് ശരിക്കും കിട്ടുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ 1640 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അതൊരിക്കലും അത് തെറ്റാണ്. DBയിലുള്ള വാല്യൂവിനെ നമുക്ക് അങ്ങനെ ക്യാൻസൽ ചെയ്യാനൊന്നും പറ്റില്ല. സോ അതുകൊണ്ട് ഈ രീതിയിലാണ് അത് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്വിച്ചിങ് ഓഫ് പവർ വിത്ത് PNP ട്രാൻസിസ്റ്റർ. അതും ശരിക്കും ഓരോ PNP ട്രാൻസിസ്റ്ററിൻ്റെ വർക്കിംഗ് വെച്ചിട്ടാണ് അത് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം. അത് ശരിക്കും എന്താണെന്ന് നോക്കാം. അത് ശരിക്കും കറണ്ട് സോഴ്സിങ് ആണ് അതിൻ്റെ ആൻസർ. സോ ഓപ്ഷൻ C ആണ്. അതെന്താണെന്ന് ഞാനിവിടെ പറയാം. കാരണം നമ്മൾ ഓൾറെഡി അതിൻ്റെ PNPയുടെ കേസ് നേരത്തെ ഒരു ക്വസ്റ്റ്യൻ അത് പറഞ്ഞിരുന്നു. PNPക്ക് അത് നടക്കുന്നത് എന്താണ്? എമിറ്ററിൽ നിന്നും ഹോൾസിനെ എമിറ്റ് ചെയ്യുന്നു. അപ്പം അത് ബേസിൽ വന്ന് റീകോമ്പൈൻ ചെയ്യുന്നു, ബാക്കി കളക്ടറിലോട്ട് പോകുന്നു. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ഒരു എമിറ്റർ കറണ്ട് തന്നെയാണ്, അതിൻ്റെ ഒരു പോർഷനാണ് കളക്ടറിലേക്ക് ഫ്ലോ ചെയ്യുന്നത്. എമിറ്ററിൽ നിന്ന് വരുന്ന ആ ഒരു സംഭവമാണ് കളക്ടറിലേക്ക് ഫ്ലോ ചെയ്യുന്നത്. സോ അതിനെയാണ് കറണ്ട് സോഴ്സിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഓപ്പറേഷൻ നമ്മൾ എന്താ വിളിക്കുന്നത്? കറണ്ട് സോഴ്സിങ് എന്നാണ്. സോ ഇറ്റ് വിൽ ആക്ട് ആസ് എ കറണ്ട് സോഴ്സിങ്. സോ ആ ഒരു ഓപ്പറേഷനാണ് ഇവിടെ നടക്കുന്നത്. സോ ഓപ്ഷൻ
നമ്മൾ സി ആണ് ആൻസർ. സ്വിച്ചിങ് ഓഫ് പവർ വിത്ത് PNP എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കറണ്ട് സോഴ്സിങ് പ്രോസസ്സാണ് നടക്കുന്നത്. ദെൻ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ് എന്നുള്ളൊരു ചോദ്യമാണ്. അതിൽ നിന്ന് 1-2 ചോദ്യങ്ങൾ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ഇൻ ദ ഇനിഷ്യൽ സ്റ്റേജസ് ഓഫ് എ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ വി യൂസ്, എന്താണ് യൂസ് ചെയ്യുന്നത്? അപ്പോൾ ഇതിനകത്ത് ഏത് കപ്ലിംഗ് ആണ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മൾട്ടി സ്റ്റേജ് അതിൻ്റെ കപ്ലിംഗ്, അതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന കപ്ലിംഗ് മെത്തേഡ്സ് വെച്ചിട്ട് നമുക്ക് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സിനെ പറയാം. ഡയറക്റ്റ് RC ഉണ്ട്, ട്രാൻസ്ഫോമർ കപ്ലിംഗ് ഉണ്ട്, ഇങ്ങനെ പറയാം. ഇതിനകത്ത് ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനിഷ്യൽ സ്റ്റേജിൽ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത് RC കപ്ലിംഗ് ആണ്. സോ RC കപ്ലിംഗ് ഇസ് കോമൺലി യൂസ്ഡ്. അപ്പോൾ R ഉം C ഉപയോഗിച്ചിട്ടുള്ള ഒരു ആംപ്ലിഫയറിൻ്റെ അടുത്തതായിട്ട് കാസ്കേഡ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു RC കപ്ലിംഗ് ആണ്. സോ അതിൻ്റെ ഫീച്ചേഴ്സ് കൂടെ പറഞ്ഞിട്ടുണ്ട്. ഗുഡ് ഫ്രീക്വൻസി റെസ്പോൺസ് ആണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ട്രാൻസ്ഫോമർ കപ്ലിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഇമ്പിഡൻസ് മാച്ചിങ് അച്ചീവ് ചെയ്യാനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഡയറക്റ്റ് കപ്ലിംഗ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് ഒരു ആംപ്ലിഫയറിന് അടുത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ദെൻ അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ശരിക്കും ലോ ഫ്രീക്വൻസി DC ആംപ്ലിഫയേഴ്സിലൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത്. സോ ഇവിടെ നമ്മുടെ ആൻസർ RC കപ്ലിംഗ് ആണ് ഇനിഷ്യൽ സ്റ്റേജിൽ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ടോട്ടൽ ഗെയിൻ ഓഫ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ, ഇതാണ് ചോദ്യം. ഈസ് ലെസ് ദാൻ ദ പ്രോഡക്റ്റ് ഓഫ് ഗെയിൻ ഓഫ് ഇൻഡിവിജ്വൽ സ്റ്റേജസ്. ഇപ്പോൾ കുറേ ആംപ്ലിഫയേഴ്സ് ഇങ്ങനെ കാസ്കേഡ് ചെയ്ത് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ് ആയിട്ടാണ് A1 × A2 × A3 അങ്ങനെയാണ് നമ്മൾ പറയുന്നത് ഓവറോൾ ഗെയിൻ എന്ന് പറയുന്നത്. പക്ഷേ ഇറ്റ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ദ പ്രോഡക്റ്റ് ഓഫ് ഗെയിൻ. അതിൻ്റെ റീസൺ ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് കാരണം നമ്മളിങ്ങനെ ആംപ്ലിഫയേഴ്സ് കാസ്കേഡ് ചെയ്യുമ്പോൾ അവിടെ ആ ഒരു ലോഡിങ് എഫക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം. സോ അതുകൊണ്ടാണ് ഗെയിൻ ലെസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ലോഡിങ് എഫക്റ്റ് ഓഫ് ദ നെക്സ്റ്റ് സ്റ്റേജ്, ഒരു ആംപ്ലിഫയറിനെ അടുത്ത സ്റ്റേജിലേക്ക് കാസ്കേഡ് ചെയ്യുമ്പോൾ ആ ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ആ ഒരു പ്രിൻസിപ്പിളാണ് നമ്മൾ ലോഡിങ് എഫക്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. നേരത്തെ സോഴ്സ് ഫോളോവറിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഈ ലോഡിങ് എഫക്റ്റും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ ഗെയിൻ എന്ന് പറയുന്നത് കുറവായിരിക്കും. പ്രോഡക്റ്റ് ഓഫ് ഗെയിൻ എന്ന് പറയുന്നത് ലെസ് ആയിരിക്കും. സോ അതിൻ്റെ ആൻസർ ലോഡിങ് എഫക്റ്റ് ആണ്. So loading effect occurs when the input impedance of the next stage is not significantly higher than the output impedance of the preceding stage. ആ ഒരു കണ്ടീഷനിലാണ്. സോ ഓവറോൾ ഗെയിൻ നമുക്ക് റെഡ്യൂസ്ഡ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. റിമൈനിങ് ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.